പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് എന്നെ തന്നെ പഠന കാലഘട്ടത്തിൽ അലട്ടിയിരുന്നതും പിന്നീട് നാം നേരിടേണ്ടി വന്നതുമായ ഒരു ചോദ്യവുമായിട്ട്. അതായത് ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് അള്ളാഹു ഹിദായത്തും ലലാലത്തും സൃഷ്ടിച്ചത്, സന്മാർഗവും ദുർമാർഗവും സൃഷ്ടിച്ചത്? എന്തിനാണ് അള്ളാഹു മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാചിനെ അള്ളാഹു സൃഷ്ടിച്ചത്? അവന് സന്മാർഗം മാത്രം സൃഷ്ടിച്ചാൽ പോരെ? അവനെ വഴിതെറ്റിക്കുന്ന പിശാചിനെ അവൻ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ എന്ന് കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ പഠിക്കുന്ന ആ കാലഘട്ടം മുതൽ എന്നിലുണ്ടായ ചോദ്യവും പിന്നീട് പല ഖുർആൻ വിമർശകരായ ആളുകളിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്ന ചോദ്യവുമാണിത്. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, നിരന്തരമായി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവുമാണ്. 40-ലധികം വർഷം ഈ ഖുർആനിന്റെ അന്വേഷണവും പഠനവും തന്നെയായിരുന്നു. അങ്ങനെ ഈ അന്വേഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിക്കൊണ്ടേയിരുന്നു. ആ രീതിയിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇതും. ആ ചോദ്യത്തിനും ഉത്തരം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. അതിൽ ഒന്നാമത്തെ പ്രശ്നം ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യരിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിയല്ല പിശാച് എന്നുള്ളത് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിയല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവായ ഗുണങ്ങളാണ് പൈശാചികത എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മളിൽ അഹന്തയുണ്ടെങ്കിൽ, അഹങ്കാരം ഉണ്ടെങ്കിൽ, ഇസ്സത്ത് ഉണ്ടെങ്കിൽ, കിബർ ഉണ്ടെങ്കിൽ, ഇസ്സത്തും ബിൽ-ഇസ്മ്, നമ്മളിൽ ഖൗഫ് ഭയമുണ്ടെങ്കിൽ, നമുക്ക് അജ്ഞത നമ്മുടെ ഉള്ളിൽ ജഹാലത്ത് ഉണ്ടെങ്കിൽ, അദാവത്ത് ശത്രുതയുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, ഹസദ് അസൂയയുണ്ടെങ്കിൽ, ഇങ്ങനെ നെഗറ്റീവായ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള ഗുണങ്ങളാണ് അവനിലെ പൈശാചികത എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ സംശയങ്ങൾക്ക് പകുതി ഉത്തരമായി. അതായത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിലാക്കിയിരുന്നത് മനുഷ്യരിൽ നിന്ന് വേറിട്ട ഒരു ജീവിയാണ്, വേറിട്ട ഒരു സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് പിശാച്, ശൈത്താന്, ഇബ്ലീസ് എന്നുള്ളത്. ഇബ്ലീസ് മനുഷ്യന്റെ ഉള്ളിൽ പ്രൊജക്ട് തയ്യാറാക്കുകയും ശൈത്താൻ അത് പ്രാവർത്തിക രംഗത്തിൽ അമലായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത ഗുണങ്ങളാണ് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അമല് പറയുമ്പോഴൊക്കെ ശൈത്താനാണ്, റിജ്സും മിൻ അമലി ശൈത്താനി എന്നാണ്. അപ്പോ അതിന് മഷ്റൂ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത്, മനുഷ്യന്റെ ഉള്ളിൽ നെഗറ്റീവായ ചിന്തകൾ ഉണ്ടാക്കുന്നതും ഗുണങ്ങൾ ഉണ്ടാക്കുന്നതും അതിനുവേണ്ട പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതും ഒക്കെ പിശാചാണെങ്കിൽ അത് കർമ്മമായിട്ട് അമലായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഉള്ളിലെ ശൈത്താൻ. ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, മനുഷ്യനിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിയല്ല എന്നുള്ളത് ഖുർആൻ മുഖേന നമുക്ക് മനസ്സിലായപ്പോഴാണ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ചോദ്യങ്ങൾക്ക് പകുതി ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാലും വേറൊരു സംശയം ഉണ്ടായിരുന്നു, എന്നാ ഈ നെഗറ്റീവായ ഗുണങ്ങൾ പിന്നെ എന്തിനാ നമ്മിൽ വെച്ചത്? അതന്നെ ഇല്ലാതിരുന്നാ പോരായിരുന്നു. അത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്, ഇംബാലൻസ് ഉണ്ടെങ്കിലേ ബാലൻസ് ഉള്ളൂ എന്ന്. അസന്തുലിതാവസ്ഥ ഉണ്ടെങ്കിലേ സന്തുലിതാവസ്ഥ ഉണ്ടാവുള്ളൂ. ഒരാൾ ചോദിക്കുകയാണ്, പകല് മാത്രം പോരെ, എന്തിനാ ഈ രാത്രി? നമുക്ക് ഓക്സിജനെ ആവശ്യമുള്ളൂ, ഓക്സിജൻ മാത്രം പോരെ, എന്തിനാ മനുഷ്യന് ഉപദ്രവകരമായ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ? ഒന്നാമത് അതിൽ ഒരു ഇതുണ്ട്, നമുക്ക് വിശപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനാ വിശപ്പില്ലായ്മ എന്ന ഒരൊറ്റ അവസ്ഥ ഉണ്ടാക്കിയാൽ പോരെ? ഈ വിശപ്പുണ്ടാകൊണ്ടാണ് ആ ശരീരത്തിന് വേണ്ട ഊർജം ലഭിക്കാനുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കുള്ളൂ.
എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, വിശപ്പുള്ള മനുഷ്യനെ ഭക്ഷണം കിട്ടുമ്പോൾ അതിൻ്റെ ആനന്ദം ഉണ്ടാവുള്ളൂ. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്തൊക്കെ നമുക്ക്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു നോമ്പും പെരുന്നാളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സന്തോഷവും ആനന്ദമാണ്. പെരുന്നാൾ തലേന്നൊന്നും ഉറങ്ങൂല. കാരണം പുതിയ ഒരു കുപ്പായം ഒരു വർഷത്തിൽ കിട്ടുന്ന സമയമാണ്, ഒരു തുണി കുപ്പായം. അത് അടിച്ചു കിട്ടാൻ വേണ്ടി ടൈലർ ഷോപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആ സന്തോഷകരമായ ദിനങ്ങൾ. അതുപോലെ തന്നെ അത് അടിച്ചു കൊണ്ടുവന്ന് തലേ ദിവസം രാത്രി എടുത്ത് അത് എത്ര പ്രാവശ്യം ആ ഷർട്ടും തുണിയെടുത്ത് മുത്തുകയെന്നറിയില്ല. അത്ര സന്തോഷം. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് കിട്ടാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോ എന്താന്ന് പറഞ്ഞാല് 10ഉം 20ഉം 30ഉം ഷർട്ടുള്ള ഒരാൾക്ക് പെരുന്നാൾക്ക് ഒരു ഷർട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ ആനന്ദമൊന്നുമില്ല. അപ്പൊ ഈ ആനന്ദം നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്? അത് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ അത് കിട്ടുമ്പോഴാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ വിശപ്പുണ്ടെങ്കിലേ നമ്മൾ അതിന് വേണ്ട ഭക്ഷണം കഴിക്കുള്ളൂ. ആ ഭക്ഷണം കഴിച്ചെങ്കിലേ നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ട ഊർജം ലഭിക്കുള്ളൂ. അതിന് വേണ്ട ഊർജം സംഭരിക്കാനുള്ള ഭക്ഷണം കഴിക്കണം. അപ്പൊ ഇത് രണ്ടും പ്രകൃതിയിലെ നിയമങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ സൃഷ്ടിക്കും, ഒരാൾ ഇല്ലാതാക്കും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് അത് സൃഷ്ടിക്കുക, അത് വേണ്ടെന്ന് വെക്കുക, അത് പിന്നെ തോന്നുമ്പോൾ അത് സൃഷ്ടിക്കുക, തോന്നുമ്പോൾ അത് ഒഴിവാക്കുക, അങ്ങനെ ഒരു ഭാഗത്ത് ഒരാൾ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനമല്ല. പ്രകൃതിയിലെ ഒരു നിയമവ്യവസ്ഥയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരമായി. നമ്മൾ ഒരു പരീക്ഷയിൽ 1ാം റാങ്കിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? അതിന് താഴെ ഒരുപാട് ആളുകൾ നമ്മളോട് മത്സരിക്കാനും എതിർക്കാനും ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെ ഫസ്റ്റ് 1ാം റാങ്ക് എന്നുള്ള ആ റാങ്ക് കിട്ടി എന്നുള്ള ആ ആനന്ദവും സന്തോഷവും നമുക്ക് എങ്ങനെ കിട്ടും? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പൊ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോള്, കായിക മത്സരങ്ങളുണ്ട്, കലാമത്സരങ്ങളുണ്ട്. ഒരു എതിരാളി ഉള്ളത് കൊണ്ടാണ് മറ്റൊരുത്തൻ ലോക പ്രശസ്തനാവുന്നതും ലോകത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുന്നതും. അത് വ്യക്തികളായാലും ടീമുകളായാലും. ഇങ്ങനെ പ്രകൃതിയിലെ ഏതൊരു സംഗതിയിലേക്ക് നോക്കിയാലും അതിന് 2 വശങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യം പിന്നെ നമ്മളിൽ നിന്ന് വരികയില്ല. ഞാൻ ഈ അടുത്ത് 1-2 ദിവസം മുമ്പ് ഫോൺ ചെയ്ത് എൻ്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഈ സംഭവം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായ സംഭവമാണ്. ഈ പെരുന്നാളും നോമ്പൊക്കെ വന്നാൽ എൻ്റെയൊക്കെ ഈ 60 വയസ്സൊക്കെ പ്രായമുള്ള ഈ ക്ലാസ് കേൾക്കുന്ന ഒരുവിധമല്ല എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കൊരു ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന്റെ കൊടുമുടിയാണ്. അന്നത്തെ പെരുന്നാൾക്ക് ബിരിയാണി ഒന്നുമില്ല. അന്ന് നല്ല ചോറും ഇറച്ചിയും ഒരു പപ്പടമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാനൊന്നും ഇപ്പൊ പപ്പടം തന്നെ കഴിക്കാറില്ല അധികം. കുട്ടിക്കാലത്ത് എനിക്കൊരു പപ്പടം കിട്ടുക എന്ന് പറഞ്ഞാല് അത് ഭയങ്കരമായ ആനന്ദമാണ്. അപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിൽ അത് ലഭിക്കുമ്പോൾ കിട്ടുന്ന, എന്നതുപോലെ തന്നെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വരുമ്പോൾ, അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനീതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് നീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ആനന്ദവും ഒരു സന്തോഷവും ഒരു സ്വർഗീയമായ അവസ്ഥയും നമ്മൾ തിരിച്ചറിയണം എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഈ സംശയത്തിൽ ഞാൻ പ്രധാനമായിട്ടും ഊന്നി പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യനിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ വഴിതെറ്റിക്കാൻ നമ്മുടെ പിന്നാലെ നടക്കുന്ന, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത വേറൊരു സൃഷ്ടിയാണ് പിശാച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ജിന്ന് എന്നുള്ളത് മറ്റൊരു സൃഷ്ടി, മലക്ക് എന്നുള്ളത് വേറൊരു സൃഷ്ടി. ഈ രൂപത്തിൽ മനസ്സിലാക്കാതെ ഇതൊക്കെ നമ്മിൽ പ്രവർത്തിക്കുന്നതാണ്
ഇത് ഓരോന്നും എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള പകുതിയോളം മറുപടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, പ്രകൃതിയിൽ എല്ലാം ഒരാൾ സൃഷ്ടിച്ച് പ്രകൃതി നിയമമാണ്, പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നിയമവ്യവസ്ഥയാണത്. ഇത് രണ്ടും എന്നുള്ളത്, അത് നമുക്ക് വേണ്ടത് നമ്മളെടുത്ത് നമുക്ക് വേണ്ടാത്തത് നമ്മൾ ഒഴിവാക്കുക. ഓക്സിജൻ അതാണല്ലോ, നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾക്ക് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒഴിവാക്കുന്നു. ഇലകൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടതെടുത്ത് അതിന് വേണ്ടാത്ത ഓക്സിജൻ അത് പുറന്തള്ളുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും. എന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ തിന്മയുണ്ടാവുമ്പോൾ അതിൻ്റെ ദുരിതവും ദുരന്തവും പ്രയാസവും നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടുമ്പോഴാണ് അതിൻ്റെ സന്തോഷവും ആനന്ദവും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക എന്നാണ് ഞാൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം. ഞാൻ എൻ്റെ സഹോദരനോട് വേറൊരു കാര്യം കൂടി ആ ഫോണിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അതെന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഭക്തി നിർഭരമായ ഒരിടം, അത് മക്കയായിക്കോട്ടെ, കബാലയത്തിലേക്ക് ആളുകൾക്ക് പോയി അവിടെ ഭക്തി അവർക്ക് ഉണ്ടാവുക എന്നുള്ളത് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ മതസ്ഥർക്കും അവർക്ക് പുണ്യകരമായ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ നിരന്തരമായി ദിവസേന എന്നോണം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഫീലിംഗ് അല്ല, വികാരങ്ങളല്ല ആദ്യമായി ആ പുണ്യസ്ഥലം സന്ദർശിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുക. ഞാൻ മുമ്പ് എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശന്ന് വലഞ്ഞ ഒരു കുട്ടിക്ക് നമ്മൾ നല്ല ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആനന്ദവും സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് സദാ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ എത്ര തന്നെ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്താലും ആ കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു ആനന്ദം പകരുന്ന സംഭവമായിരിക്കില്ല. അപ്പോൾ ഈ രണ്ട് വശങ്ങളും ഇവിടെ ഉണ്ടാവുമ്പോഴാണ് ആ നന്മയിലേക്ക് വരുമ്പോൾ, തിന്മയെ വിട്ട് നന്മയിലേക്ക് വരുമ്പോൾ, വഴികേടിനെ വിട്ട് മാർഗദർശനത്തിലേക്ക് വരുമ്പോൾ, അജ്ഞതയെ വിട്ട് ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ, ശത്രുത വിട്ട് മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കുന്ന, മനുഷ്യരോടെല്ലാം നന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോഴാണ് ഈ രണ്ട് തലത്തിലും അവൻ ജീവിച്ചപ്പോൾ കിട്ടിയ ആനന്ദവും സന്തോഷവും എവിടെയാണ് എന്നുള്ളത് അവന് തിരിച്ചറിയാൻ കഴിയുക എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കി അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഇതിൽ നിന്ന് ബാക്കി എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.